ഹലോ ഗൈസ്, നിങ്ങൾ ഈ കുക്കർ കാണുമ്പോൾ ഇതെന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നു. ഇന്ന് ഗൈസ് എനിക്കും അമ്മയ്ക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ അമ്മ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ഉണ്ടോ നോക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ 4 പഴം കണ്ടത്. അപ്പം പഴം എടുത്ത് പുഴുങ്ങി പഴത്തിനെ കൊണ്ടൊരു അട ഉണ്ടാക്കാനാണ് പോകുന്നത്. ഗൈസ്ക്ക് വയ്യ ഗൈസ്, എന്തോ വയ്യ, എനിക്കെന്തോ വയ്യായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പഴം നമുക്കിങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ചതച്ചെടുക്കാം. കിട്ടുന്നില്ല ഗൈസ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതാക്കിയിട്ട് 1/2 ഗ്ലാസ് പുട്ടുപൊടിയില്ല, പത്തിരിപ്പൊടി ഇടുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണത്. ഇത് അമ്മയും ഞാനും കൂടി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ രണ്ടാളും ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. ശരിക്കും വൈകുന്നേരമൊക്കെ നല്ല വിശപ്പൊന്നുമിതാണ്. ആകെ 2 പഴമാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു തേങ്ങ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു കളറാകുമ്പോൾ വരെ എടുക്കാം. പഞ്ചസാര എടുക്കാൻ അമ്മ എന്നോട് പറയുന്നുണ്ട് ഗൈസ്. പക്ഷേ ഞാനത് കേട്ട് ഓടി വന്ന് എടുക്കാൻ നോക്കിയിട്ടാണ്. എനിക്ക് കിട്ടുന്നുമില്ല പഞ്ചസാര എടുത്ത്. പക്ഷേ അതിൻ്റെ മൂടി തുറക്കാൻ പറ്റില്ല. നല്ല വെക്കുന്നുണ്ട് ഗൈസ് മൂടി. അങ്ങനെ ഗൈസ് എങ്ങനെയൊക്കെ കേട്ട് ഞാനാണ്ടോ ഗൈസ് പഞ്ചസാര ഇടുന്നത്. ഇങ്ങനെ 2 സ്പൂണ് പഞ്ചസാര എടുത്ത് ഇടണം. 2 സ്പൂൺ പിന്നെ നന്നായി വെക്കണം ഗൈസ്. അങ്ങനെ മൂടി വെക്കാൻ പറ്റായിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ലേറ്റ് ആയത്. ഇനി പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വേണേൽ അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ ഇടാം കേട്ടോ. ഫ്രൂട്ട്സ് അല്ല, ഈ ബദാമും നട്ട്സും ഒക്കെ ഇടാം. പക്ഷേ ഇതിലേക്കാണ് ഞങ്ങൾ ഇടാത്തത്. നിങ്ങൾ പെട്ടെന്ന് കൊണ്ടിടാത്തല്ലേ, അപ്പം അടിച്ചിട്ടു. പിന്നെ ഏലക്കായ കുറച്ച് 2-3 എടുത്തിട്ട് പിന്നെ ആ തേങ്ങയുമായി അതുപോലെ. ഇനി ഗൈസ് നമുക്ക് കുറച്ച് ഷേപ്പിലേക്കാക്കാം. അടയാണ് ഉണ്ടാക്കുന്നത്. അത് ഞങ്ങൾ ഒരു എന്താ പറയുക, കുറച്ച് ഷേപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് എടുത്തു. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് ഗൈസ് അമ്മ ഈ ഷേപ്പ് എടുത്തത്. സമൂസ ഉണ്ടാക്കുന്ന മാത്രമാണ് ഞാൻ എടുത്തില്ലേ. ഇത് മാത്രമല്ല കേട്ടോ ഗൈസ്, കുറച്ചും കൂടി ഉണ്ട്. കുറേ ഷേപ്സ് ഉണ്ട്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഫിൽ ചെയ്യാം. ആദ്യം നമ്മൾ മാറ്റി വെച്ച പഴമൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് തേങ്ങ അതിൻ്റെ മുകളിൽ ഫിൽ ചെയ്യുക. അപ്പുറത്തെ ഭാഗവും ഇതേപോലെ ആക്കിയെടുക്കാം. അമ്മ പിശുക്കാണ് ഗൈസ്, ഇല്ല. ഞങ്ങൾക്ക് പഴം തീർന്നു. പഴം ആകെ 2 ഉള്ളു. 4 പീസാക്കി കട്ട് ചെയ്തതാണ് ഗൈസ്. ഈ ഗൈസ് നമുക്ക് 2 പീസാക്കി കഴിഞ്ഞാൽ 4 ഗൈസ്ക്ക് നന്നായി വയ്യ ഗൈസ്, പനിയാണ് ഗൈസ്. അതാണ് ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ സൗണ്ട് മാറിയുണ്ടാവും ഇടയ്ക്കൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ ഈ 2ാമത്തത് ഫിൽ ചെയ്തു ഗൈസ്. അങ്ങനെ ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം ഗൈസ്. ഞാൻ മാറ്റി വെച്ചോളാം ഗൈസ്. അമ്മേനോട് ഞാൻ മാറ്റി. ഈ അടുത്ത ഷേപ്പാണ് ലെമൺ ഷേപ്പ്. ലെമണിനെ പോലെ ഉണ്ട് ഗൈസ്. ഈ ഷേപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ കുഞ്ഞിതാണ്, ഭയങ്കര ചെറുതാണ്. ഒരു ലെമണിൻ്റെ ഷേപ്പാണ്. പിന്നെ ഡിസൈനൊക്കെ കണ്ടില്ലേ ഇതിനകത്ത് കാണിച്ച് ഡിസൈന് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഒത്തിരി ഉള്ളതിനെ കൊണ്ടാണ് ഞങ്ങൾ അത്ര മൊത്തം എടുക്കാത്തത്. കുറച്ചല്ലേ ഉള്ളൂ, അപ്പം അതിനെക്കൊണ്ടാണ് ഗൈസ്. എങ്ങനെയുണ്ട്, കാണാൻ രസമല്ലേ? കുഞ്ഞി സാധനമാണിത്. ഇങ്ങനെ 2 ഭാഗവും ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. നമുക്ക് അങ്ങനെ എല്ലാം ഒക്കെ നമുക്കൊന്ന് ഫിൽ ചെയ്യാം. പിന്നെ ഗൈസ് ഇത് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അടച്ചേക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ രൂപം കാണിച്ചു. അത്രയും ചെറുതാണ്, കുഞ്ഞി സാധനമാണ് ഗൈസ്. ചെറുതൊന്നുണ്ട്, കാണാൻ രസമാണ് ഗൈസ്. ഉറക്കം വരുന്നു ഗൈസ്. എന്താണെന്നറിയില്ല, നല്ല ഉറക്കം വയ്ക്കുക. പിന്നെ അതാണെന്ന് തോന്നുന്നു ഗൈസ്. കഴിഞ്ഞ് ഗൈസ് എനിക്ക് തോന്നുന്നത് പുറത്തേക്ക് ചെയ്യാൻ മൊത്തം. അപ്പം ഞാൻ വലിയൊക്കെ ഗൈസ്. ഇനി നമുക്ക് അടുത്ത ഷേപ്പ് എടുക്കാം. ഇതാണ്
മോമോസ് ഷേപ്പ്. മോമോസ് ഇതാണ് ഉണ്ടാക്കുക. അതിനെ കൊണ്ട് മോമോസ് ഷേപ്പിൽ നമുക്കിനി അട ഉണ്ടാക്കാം. ഇനി അടയ്ക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതും ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്ക് ഇത് എടുത്ത് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇടുന്നു. അതിന് കുറച്ചേരം നിങ്ങൾ ഇനി വീഡിയോ കണ്ടോളൂ. കണ്ടോളല്ല കാണണേ. പിന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് ഫേമസ് ആക്കി തരണേ ഗൈസ്. പ്ലീസ് ഗൈസ്. എൻ്റെ എല്ലാവരുടെ ചാനലും ഫേമസ് ആണ് ഗൈസ്. എൻ്റെ ചാനലും കൂടി ഉണ്ടാക്കാൻ തന്നൂടെ ഗൈസ്. ഇനി അടുത്തയിലേക്കും തേങ്ങ ഇടുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗം തേങ്ങ ഇടുക. എന്നിട്ട് പൂട്ടി വെക്കാം. നമുക്ക് പൂട്ടി വെക്കുന്ന നേരത്തെ ഞങ്ങൾ അടുപ്പത്ത് ഒരു എന്താ പറയുക, ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രം വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഞങ്ങൾ ഇലയിലാക്കിട്ടോ ഗൈസ്. ഇലയൊക്കെ ചൂടാക്കിയാൽ ഞാനാട്ടോ ഗൈസ്. എൻ്റെ കയ്യും പൊള്ളിയിട്ടുണ്ട് ചെറുതായിട്ട്. അതിൽ കാണിച്ചു തരാൻ പറ്റിയില്ല. ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ട് പേസ്റ്റ് തേച്ച് നടക്കുകയാണ് ഗൈസ്. ഞാൻ അവിടെ അപ്പുറത്തിട്ട് ഗൈസ്. ഇനി ഇലയിൽ ആക്കി ഇലയിലെ മുഴുവൻ ഇതേപോലെ തന്നെ നമുക്ക് തേങ്ങയിടാം. അത് നിങ്ങൾ അടുത്ത ഇലയുണ്ട്, അത് നിങ്ങൾ കണ്ടിരുന്നോളൂ ഗൈസ്. ഇതിലേക്കും തേങ്ങ ഇട്ട് നമ്മൾ നന്നായി ചെയ്ത് ഒഴിച്ചിട്ട് ഇതും നന്നായി തേങ്ങ ഇട്ടു. അങ്ങനെ ഗൈസ് രണ്ടാമത്തെ ഇലയും മടക്കി വെച്ചു. രണ്ടാമത്തെ ഇല ആ ഇലയിൽ രണ്ടാമത്തെ ഇല ഒന്നാമത്തെ ഇല തന്നെയാണ്. അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തതൊക്കെ റെഡിയാക്കി അത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ അടുത്ത ഇല എടുത്തു. അടുത്ത ഇലയിലും ഇതേപോലെ തന്നെ ഇതാണ് ഗൈസ്. ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ, അധികം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ഗൈസ്. പിന്നെ നമുക്ക് ഈ ഇല പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ചൂടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുള്ളൂ. ഒരല്ല 3 എണ്ണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. 3ാമത്തെ ഇല ഞാനവിടെ വെറുതെ ചൂടാക്കി കുത്തിരിക്കുകയാണ് ഗൈസ്. എനിക്കിഷ്ടമായി ചൂടാക്കാൻ. അപ്പോൾ കൈ പൊള്ളിയിട്ട് കിട്ടിയതാണ്. ഒരല്ല കിടക്കുന്നതാണ് ഞാൻ ആക്കിയത് ഗൈസ്. അച്ഛനായിട്ടൊന്ന് കഴിഞ്ഞിട്ടല്ലോ. മറ്റേതാണെങ്കിൽ ഒരു വലിയ ജീവനുണ്ട്, അതിനെ കൊണ്ടാണ് അമ്മ അതെടുക്കാത്തത്. അങ്ങനെ ഇതിലും ഇത് അപ്ലൈ ചെയ്തു. ഇതും തേങ്ങ തീർന്നു ഗൈസ്. ബാക്കിയുള്ള തേങ്ങ അമ്മ ഇട്ട് തിന്നാണ് ഗൈസ്. എന്നൊന്നുമില്ല, അമ്മയ്ക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തിന്നുന്നത്. എനിക്ക് ഇഷ്ടമല്ല തേങ്ങ. എനിക്കിഷ്ടമല്ല തേങ്ങ. ഈ അടുത്തതും മടക്കി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഞങ്ങൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെന്ന്. ഇനി ഇതൊക്കെയാണ് ഷിപ്സ്. ഇത് 3 പിന്നെ 2 ഇലയും. ഇനി അവിടെ ഞങ്ങൾ ഒരു ഷേപ്പ് ഈ ഒരു പാത്രം ഇഡ്ഡലി പാത്രമാണ്. അതിനകത്ത് വെള്ളമാക്കിയിട്ട് അതിന് മുകളിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഞങ്ങളത് ചൂടാക്കി വേവിച്ചെടുത്തു ഗൈസ്. അതാ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ അട. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അട കുഞ്ഞിതാണ് ഗൈസ്. എനിക്ക് രസമാണ് കാണാൻ. കുഞ്ഞിത് ഞാൻ അതന്നെ ഫസ്റ്റ് എടുത്തു. നല്ല ചൂടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഗൈസ്. പക്ഷേ തിന്നാൻ പറ്റുന്നില്ല ഗൈസ്. നല്ല ചൂട് ഗൈസ്. ഇനിയുള്ളത് ഞാനും അപ്പമ്മയും കൂടി നിന്നു. അങ്ങനെ എൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ചേട്ടാ.